വയനാട് CPM-ൽ വിഭാഗീയത തുടരുന്നു. കേണിച്ചിറയിൽ ജില്ലാ നേതൃത്വം വിളിച്ച ലോക്കൽ കമ്മിറ്റികളുടെ ജനറൽ ബോഡി യോഗത്തിൽ നിന്ന് നിരവധി പേർ വിട്ടുനിന്നു. 112 പേർ പങ്കെടുക്കേണ്ട യോഗത്തിൽ 25 പേരിൽ താഴെയാണ് എത്തിയത്. പ്രശ്നപരിഹാരത്തിന് സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ തുടങ്ങി. ഫൈസൽ നെടുമ്പാല വിശദാംശങ്ങൾ നൽകും. ഫൈസൽ, കൂടുതൽ ലോക്കൽ കമ്മിറ്റികളിൽ പ്രശ്നങ്ങളുണ്ടോ? എന്താണിപ്പോൾ കാരണമായി പറയുന്നത്? സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ എങ്ങനെയാണ്? സൈഫുദ്ദീൻ, വയനാട്ടിലെ CPM-ന്റെ വിഭാഗീയത ഒരിക്കൽ കൂടി പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കത്തിന് കാരണം എന്ന് പറയുന്നത് ഈ EJ ബാബു, അതായത് കർഷക സംഘം ജില്ലാ പ്രസിഡന്റായിരിക്കുന്ന A ജയനെ തരം താഴ്ത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കം. ചാരിറ്റി ഫണ്ട് പാർട്ടി ഫണ്ടിലേക്ക് വകയിരുത്തി എന്നതായിരുന്നു ഈ ജയനെതിരെയുള്ള ആരോപണം എന്ന് പറയുന്നത്. ഇതിനെ തുടർന്ന് ജില്ലാ കമ്മിറ്റി ഏരിയ കമ്മിറ്റിയിൽ നിന്നും ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയിരുന്നു. ഇതാണ് വലിയ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്. ഇന്നലെ ഏരിയ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി ഓഫീസ് താഴിട്ട് പൂട്ടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നടന്നു. ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയാണ് ഇന്ന് ജില്ലാ കമ്മിറ്റി ഔദ്യോഗികമായി 4 ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ബ്രാഞ്ച് സെക്രട്ടറിമാരും ബൂത്ത് വാർഡ് സെക്രട്ടറിമാരും അടങ്ങുന്ന ശില്പശാലയിലെ ഒരു യോഗം വിളിക്കുകയുണ്ടായി. പക്ഷേ ഈ 112 പേർ പങ്കെടുക്കേണ്ട യോഗത്തിൽ ആകെ 25 താഴെ നേതാക്കൾ മാത്രമാണ് ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഇത് തന്നെ വലിയൊരു വിഭാഗീയതക്ക് കാരണമാകുന്നുണ്ട്. ജില്ലാ സെക്രട്ടറി K റഫീഖ്, സംസ്ഥാന കമ്മിറ്റി അംഗം CK ശശീന്ദ്രൻ എന്നിവരാണ് യോഗത്തിൽ ഉണ്ടായിരുന്നത്. എന്നിട്ട് പോലും വലിയൊരു ജനപങ്കാളിത്തം അല്ലെങ്കിൽ പങ്കെടുക്കേണ്ടവരിൽ ബഹുഭൂരിഭാഗം ആളുകളും വിട്ടുനിന്നു എന്നുള്ളത് തന്നെ വലിയൊരു പ്രശ്നമാണ്. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് AV ജയനെ നടപടി പിൻവലിക്കണം എന്നുള്ളതാണ് ആവശ്യം. ഇതിനെതിരെയാണ് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പരസ്യമായിക്കൊണ്ട് തന്നെ വയനാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സൈഫുദ്ദീൻ, AV ജയനെ തരം താഴ്ത്തിയതിൽ പ്രതിഷേധിച്ചാണ് വയനാട്ടിൽ കൂടുതൽ ലോക്കൽ കമ്മിറ്റികളിൽ വിഭാഗീയത തുടരുന്നത്. വിശദാംശങ്ങൾ നൽകിയത്